നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാൻ ചുരുക്കത്തിൽ. എറണാകുളം നഗരത്തിൽ കെട്ടിടത്തിൽ വൻ തീപിടുത്തം. സംഭവം ഇന്ന് പുലർച്ചെ 3 മണിയോടെ. എറണാകുളം ടൗൺ ഹാളിനടുത്ത് നോർത്ത് പാലത്തിന് സമീപത്തുള്ള ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത്. നിപ്പ വൈറസ് ബാധ, അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ്. 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. രോഗികളെ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ എന്നീ ജില്ലകളിലെ ആശുപത്രികൾക്ക്. ബ്രിട്ടനിൽ വിമാന അപകടം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ. സംഭവം ലണ്ടനിലെ സദൻ വിമാനത്താവളത്തിൽ. വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല. ബീച്ച് B200 സൂപ്പർ കിങ് എയർ ആണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ UK AAIB അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. വിദേശകാര്യമന്ത്രി ജയശങ്കറിന് കത്തയച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി കത്തയച്ചത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പുവരുത്തുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി രാജ്യത്തെ ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുവാൻ തീരുമാനം. അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. ഓരോ കോച്ചിലും 6 CCTV ക്യാമറകളാകും സ്ഥാപിക്കുക. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പദ്ധതി വിജയമായതിനു പിന്നാലെയാണിത്. കുറഞ്ഞ വെളിച്ചത്തിലും 100 കിലോമീറ്റർ വരെ വേഗതയിലും പ്രവർത്തിക്കുന്ന 360 ഡിഗ്രി ക്യാമറകളാണ് ഘടിപ്പിക്കുക. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയുവാൻ മലനാടൻ വോയിസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.